വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഫോറെവർ ഗാർലിക് തൈം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോറെവർ ഗാർലിക് തൈമിലുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഗാർലിക് എന്ന് പറയുന്നത്. ഗാർലിക് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ തന്നെ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഗാർലിക് എന്ന് പറയുന്നത്. ഇതിനകത്ത് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല ബെനിഫിറ്റ്സ് ആണ് നൽകുന്നത്. അപ്പോൾ രണ്ടാമത്തേത് വരുന്നത് തൈമാണ്. തൈം മീൻസ് അയമോദകമാണ്. അയമോദകത്തിൻ്റെ പൂവിൻ്റെ ഫ്ലേവറാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. അടുത്തത് കനോല ഓയിൽ. കനോല മീൻസ് കടുകെണ്ണയാണ്. കടുകെണ്ണയും നമ്മുടെ ശരീരത്തിനും നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ നമ്മളുടെ എന്താ പറയുക ഹോൾ ബോഡിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ബീവാക്സ്, കറോബ് എക്സ്ട്രാക്റ്റ്, സോയ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. കറോബ് എന്ന് പറയുന്നത് പയർവർഗ്ഗ കുടുംബമായ ഫാബോസിയയിലെ പൂച്ചെടികളായ കുറ്റിച്ചെടികളാണ്. അപ്പോൾ ഇത് ഒരു മെഡിറ്ററേനിയൻ റീജിയനിലാണ് വരുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ആണ് ഇതിൻ്റെ ജന്മദേശം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോറെവർ ഗാർലിക് തൈമിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് സ്മെല്ലൊന്നും ഇല്ലാത്തൊരു സോഫ്റ്റ് ജെല്ലാണിത്. ഇത് ഈസി ആയിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ചെയ്യാനും ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗാർലിക് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഒരുപാട് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ ഹെൽത്തി സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം എന്ന് പറയുന്നത് പവർഫുൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കോമ്പോണന്റിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന തൈം അഥവാ അയമോദകത്തിന്റെ പൂവിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന നമ്മുടെ പ്രശ്നങ്ങളെ അതിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാധിക്കുന്ന രോഗങ്ങൾ അതൊക്കെ തടയുന്നുണ്ട്. സോ ഇതൊരു ഡിഫൻസ് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മുടെ കഫ് ആൻഡ് കോൾഡിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൂടാതെ ബ്ലഡ് പ്രഷർ ആൻഡ് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബോൺസിനെ സ്ട്രെങ്തൻ ആക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അഥവാ വേദനകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ നമ്മളെ മസിൽ പെയിൻ അതുപോലെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അതായത് ഇന്റേണൽ പെയിൻസ് കുറയ്ക്കാനും ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഈ സീസണൽ ചേഞ്ചസ് ഇല്ലേ, അതായത് സീസണൽ ചേഞ്ചസ് മീൻസ് നമുക്ക് എന്താ പറയുക, നമുക്കിപ്പം മഴ വെയിൽ അതിൻ്റെ സീസണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന അലർജീസിനെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്തിട്ട് ബ്ലഡിനകത്തുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഡീടോക്സിഫയർ. ശരീരത്തിൽ ഉണ്ടാകുന്ന ഹാനികാരകമായ ബാക്ടീരിയാസിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഹെൽത്താക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ B6 എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ആസ്മ അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ബെറ്റർ ആയിട്ടുള്ളൊരു സപ്ലിമെൻ്റ് ആണ്. ആൻഡ് ക്ഷീണത്തെ ഇല്ലാതാക്കാനും ഇത് നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. ഇത് നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. കൂടാതെ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫേസിലെ പിമ്പിൾസ്, പാടുകൾ ഇതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെയും ബോഡിയെയും ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, ക്ഷീണത്തെ ഇല്ലാതാക്കാനൊക്കെ ഉള്ള നല്ലൊരു സപ്ലിമെൻ്റ് ആണിത്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയബറ്റിക്സിനൊക്കെ ഇത് നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. ആൻഡ് നമുക്ക് തൊണ്ടവേദന അതുപോലെ ശ്വാസത്തിൽ അടിഞ്ഞു കുടിക്കുന്ന കഫത്തെയൊക്കെ ഇല്ലാതാക്കാനും ഇത് നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. ആൻഡ് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണിത്. ആൻഡ് ഇപ്പം മെന്നിനൊക്കെ ആണെങ്കിൽ സ്പേം കൗണ്ട് കൂട്ടാനാണെങ്കിലും ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ വുമണിനാണെങ്കിൽ ഗൈനിക് പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനും നമ്മുടെ ഗർഭപാത്രത്തിനെയും അതുപോലെ തന്നെ നമ്മളെ യൂട്രസിനെയും ഒക്കെ നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ക്യാൻസർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇതൊരു എന്താ പറയുക ആസ് എ ഡയറ്ററി സപ്ലിമെൻറ്റ് പോലെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. മോർണിംഗിൽ നിങ്ങൾ ഒരു സോപ്പ് ജെല്ല്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, പിന്നെ ഡിന്നറിന് ശേഷം ഒരു സോപ്പ് ജെല്ല്, അങ്ങനെ ഒരു ദിവസം 2 സോപ്പ് ജെല്ലായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മിനിമം നിങ്ങളൊരു 3 മാസമെങ്കിലും യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ സാധിക്കുള്ളൂ. നിങ്ങളെ സ്കിന്നിലായിക്കോട്ടെ, നിങ്ങളെ വോൾ ബോഡിയിലായിക്കോട്ടെ. നല്ല റിസൾട്ടാണ്, നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഡയബറ്റിക്സ് ആയിക്കോട്ടെ, ക്യാൻസർ പേഷ്യൻസ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ നല്ല രീതിക്ക് തന്നെ റിസൾട്ട് കിട്ടുന്നൊരു പ്രോഡക്റ്റാണ്. നിങ്ങളാണെങ്കിൽ, അതായത് ഡയബറ്റിക്സ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ സാധിക്കും സ്കിന്നിനും അതുപോലെ തന്നെ ബോഡിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്ട്സിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ പ്രോഡക്ട്സിനെ ഏതാണോ ആ പ്രോഡക്ട്സിൻ്റെ പേരൊന്ന് ഇടുക. ഞാൻ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.